വീട്ടിലേക്ക് എത്തുന്ന വിരുന്നുകാരെ ഞെട്ടിക്കാനായി ദേ ഇതുപോലെ നാവിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു പുഡിംഗ് അങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതുണ്ടാക്കാനായി 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 4 സ്പൂൺ പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത് ഇതിലേക്കിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയുടെ തരികളൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരുന്നവരെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ 2 ഗ്ലാസ് പാലൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 സ്പൂൺ റവ കൂടി ചേർത്ത് ആ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാനിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാരയും ഇട്ട് 2 സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഒരു അര സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരമൽ ചെറിയ ചൂടോടുകൂടി ഒരു ബേക്കിംഗ് ബൗളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ ഒന്നൊഴിച്ച് തണുപ്പിച്ച് വെക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന റവയും പാലും ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് ക്യാരമൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അപ്പച്ചെമ്പിലോ ഇഡലി പാത്രത്തിലോ വെച്ച് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഈ പുഡിങ് നന്നായി വെന്ത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇതുപോലെ ഏതെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോഴറിയാം വെന്തിട്ടുണ്ടോ എന്ന്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നാവിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്നൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.